ഇന്ത്യയുടെ ജലയുദ്ധത്തിന് മുന്നിലും അടിയറവ് പറയുകയാണ് പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി ഇന്ത്യയ്ക്ക് കത്തയച്ചു. ഇന്ത്യ നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനിലെ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ വലിയ ജലദൗർലഭ്യത്തിന് വഴിവെച്ചിട്ടുണ്ട്. പാകിസ്ഥാന് ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനം മറികടക്കാനായത് ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണെന്ന് കേന്ദ്രം വിലയിരുത്തി. പാക് വ്യോമത്താവളങ്ങൾ 23 മിനിറ്റുകൾ കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. 10 പ്രതിരോധ ഉപഗ്രഹങ്ങളടക്കം ഇന്ത്യയുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിച്ചെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഏപ്രിൽ 23-ന് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിരുന്ന BSF ജവാനെ ഇന്ത്യ മോചിപ്പിച്ചു. ഇന്ന് രാവിലെ 10:30 അട്ടാരി അതിർത്തിയിലൂടെയാണ് പാക് റേഞ്ചർ BSFന് പൂർണ്ണം കുമാർ ഷായെ കൈമാറിയത്. പാക് റേഞ്ചറെയും ഇന്ത്യ മോചിപ്പിച്ചു. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ 20% 3 ദിവസം കൊണ്ട് ഇന്ത്യക്ക് അടിച്ച് തകർക്കാൻ സാധിച്ചു. ഇന്ത്യ ലക്ഷ്യം വെച്ച 11 ഇടങ്ങളിൽ സർഗോദ, ഭോലാരി വ്യോമത്താവളങ്ങളിൽ വൻ നാശമാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ പോർ വിമാനങ്ങളായ F-16, JF-17 എന്നിവയുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇത് രണ്ടും. അനേകം വിമാനങ്ങളും തകർന്നിട്ടുണ്ട്. കൂടുതൽ വ്യക്തതയോടെ വന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പാകിസ്ഥാനേറ്റ പ്രഹരത്തിന്റെ നേർചിത്രം തുറന്നുകാട്ടി. ഭോലാരി വ്യോമത്താവളത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉൾപ്പെടെ 50-ലധികം സൈനികർ കൊല്ലപ്പെട്ടു. ഇതിനു പുറമെയാണ് നിയന്ത്രണ രേഖയോട് ചേർന്ന് 40ഓളം പാക് ജവാന്മാരും കൊല്ലപ്പെട്ടെന്നുള്ള ഇന്ത്യയുടെ കണക്ക്. പാകിസ്ഥാന്റെ ഒരുപാട് സൈനിക പോസ്റ്റുകളും ഇന്ത്യ തകർത്തു. ശത്രുവിന്റെ ഡ്രോണുകൾ കണ്ടെത്തി തകർക്കാൻ കഴിയുന്ന ഭാർഗവാസ്ത്ര എന്ന മിസൈലുകളുടെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാനും ഉപയോഗിക്കാനും സാധിക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.